നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്ന് കാണിക്കുന്നത് പറഞ്ഞ ഒരു വാഴത്തോപ്പാണ്. ഏത്തക്കൊല ഓണം ലക്ഷ്യമാക്കി നട്ടത് വാഴക്കൊലകളാണ്. എല്ലാം കുലച്ചു 4-5 പടലാണ് ഓരോ കൊലയിലും കണ്ടിരിക്കുന്നത്. ഇനി കാറ്റിലും മഴയിൽ നിന്ന് സംരക്ഷിച്ച് വിളഞ്ഞിട്ട് ആ കർഷകൻ വിപണിയിലേക്ക് കൊണ്ടുകൊടുക്കും, അല്ലെങ്കിൽ കടയിലേക്ക് കൊണ്ടുകൊടുക്കും. മാനവരാശിയുടെ നിലനിൽപ്പിന് കൃഷി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യവും വേണ്ട പുരോഗതി പ്രാപിക്കത്തില്ല. ഞങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഒരു ഇതാണ് ഏത്തക്ക. ഏത്തക്കയുടെ വില കേട്ടാൽ വളരെ ഞെട്ടും. ഇപ്പോൾ കടകളിൽ നിന്ന് 1 കിലോ നാടൻ ഏത്തക്ക വാങ്ങിക്കണമെങ്കിൽ പല സ്ഥലങ്ങളിൽ 85 മുതൽ 100 രൂപയാണ്. അവിടെ കിട്ടുന്ന ലഭ്യത അനുസരിച്ചാണ് അവിടെ വില നിശ്ചയിക്കുന്നത്. ഇത് ഏത്തക്കായിൽ മഞ്ചേരിക്കുള്ളനാണ്. 5 മാസം കഴിയുമ്പോൾ അത് വാഴ കൊലയ്ക്കാൻ തുടങ്ങും. 8-ാം മാസം ആകുമ്പോൾ കൊല വെട്ടി മൂപ്പെത്തിയാൽ നമുക്ക് വിറ്റ് കാശ് ആക്കാം. അല്ലെങ്കിൽ വീട്ടുകളിൽ ഉപ്പേരി ഉണ്ടാക്കിയോ തവീരി വെക്കുകയോ സാമ്പാറിനകത്തിടുകയോ മറ്റ് കറികൾ വെക്കുകയോ ഒക്കെ ചെയ്യാം. ഈ വാഴയുടെ വെട്ടിക്കഴിയുമ്പോൾ വാഴയില നമുക്ക് പശുവിന് കൊടുക്കുകയോ മറ്റ് അടുക്കളത്തോട്ടത്തിലേക്ക് നമുക്ക് ജൈവ കമ്പോസ്റ്റായിട്ടൊക്കെ ഇടുകയും ചെയ്യാം. കൂടാതെ അടുക്കളയിൽ നമുക്ക് ഓട്ടയുടെ അതായത് ഇലയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഇല ഉപയോഗിക്കാം. കൂമ്പ് വെച്ച് നമുക്ക് പല രീതിയിലുള്ള കറികൾ തോരൻ വെക്കാനായാലും കട്ട്ലറ്റ് വെച്ച് ഉണ്ടാക്കാം. അതുപോലെ ഏത്തക്ക വെച്ച് നമുക്ക് കറികളിൽ ഉപയോഗിക്കാം. ഉപ്പേരി, ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളുടെ ഒരു ആഹാരമാണ് ഈ ഉപ്പേരി എടുക്കാനും ഏത്തക്ക ധാരാളം ഉപയോഗിക്കാറുണ്ട്. പോഷകസമ്പുഷ്ടമായ ഏത്തക്ക കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരൊക്കെ അത് കഴിക്കുകയും ചെയ്യാം. ചിലവരാണെങ്കിൽ ഏത്തക്ക പഴം പുഴുങ്ങി ആണ് കഴിക്കുന്നത്. പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പുഴുങ്ങിയ ആൾക്കാരെ കഴിക്കാറുണ്ട്. പച്ചയ്ക്കും ആൾക്കാരെ പുഴുങ്ങി ഇങ്ങനെ കഴിക്കാറുണ്ട്. നമ്മുടെ കേരളീയരുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരമായ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനും ഏത്തയ്ക്ക ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറുക്ക്, അതായത് ഏത്തയ്ക്ക ധാരാളം ഉള്ളപ്പോൾ മിക്ക വീട്ടുകളിലും ഉണങ്ങി വെക്കാറുണ്ട്. ഇത് കുറുക്കായിട്ട് കുട്ടികൾക്കും മറ്റ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. വയലുകളിലെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് ഏത്തവാഴ. ഇപ്പോൾ മണലും ചേറും നിറഞ്ഞ നല്ല മണ്ണാണ്. ജലസേചന സൗകര്യം, അതായത് കല്ലടയാറിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്ഥലം. ഇതിൻ്റെ ഒരു കനാൽ ഈ പ്രദേശത്തൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല ജലസേചന സൗകര്യമുണ്ട്. ഓണം ലക്ഷ്യമാക്കി നട്ട ഈ വാഴയെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. കണ്ടതിൽ വളരെയധികം നന്ദി.